എങ്ങനെ ഉണ്ടായിരുന്നു പ്രസന്റേഷൻ? നന്നായിരുന്നു. ആത്മധൈര്യം തോന്നി. ഇങ്ങനെ ഒരു ഫേസ് കണ്ടിട്ടുണ്ടോ എന്റെ? ഇല്ല, ആദ്യമായിട്ടാണ്. ഓക്കെ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അമ്മയാണ്. ഓഫ് കോഴ്സ്, ഒന്നും പറയാനില്ല. അത് എല്ലാവർക്കും അങ്ങനെ ആണോന്ന് അറിയില്ല, ആവാം ആവാതിരിക്കാം. പക്ഷേ ലൈക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും നന്നായിട്ട് നേടിയത് ലൈക്ക് എൻ്റെ അമ്മേനെ ഒരു അത്രയും വലിയൊരു പ്രോഗ്രാം, അതായത് നമ്മുടെ IBC നടത്തുന്ന അത്രയും വലിയൊരു ഫെസ്റ്റില് ഞാൻ അതിൻ്റെ ഫൈനൽ കണ്ടസ്റ്റൻ്റായി ഞാൻ അവിടെ പെർഫോം ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് കാണാൻ ഞാൻ കാണിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ ജയിച്ചായാലും തോറ്റാലും എനിക്കത് എന്തായാലും ഒരു വിഷയമല്ല. 28 കൊല്ലമായിട്ട് ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ അമ്മയെ പ്രൗഡാക്കിയിട്ടില്ല. 28 കൊല്ലം അമ്മ എന്നെ പ്രൗഡാക്കിയിട്ടുണ്ട്. സോ ഇതെൻ്റെ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ അമ്മയെ പ്രൗഡാക്കുന്നത്. ഞാൻ അങ്ങോട്ട് പ്രൗഡാക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എത്ര മതി പറഞ്ഞാലും ഞാൻ ആ 4 വാക്ക് ഒരിക്കലും മറക്കില്ല. IBIS. ബിക്കോസ് എൻ്റെ ലൈഫിൽ എവിടുന്നും 28 കൊല്ലമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഞാനും അമ്മ ഇതേപോലെ നിന്നിട്ടുണ്ടെങ്കിലും പ്രൗഡാക്കിയിട്ട് ഉള്ളൊരു മൊമെന്റ് വന്നിട്ടുള്ളത് IBC കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇത്രയും വളരെ നന്നായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഫെസ്റ്റ് കാരണമാണ്. ഒരിക്കലും ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും. സോ ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. സ്വയം കണ്ടെത്തിയൊരു കോഴ്സാണിത്. നമ്മൾ സ്വയം കണ്ടെത്തിയിട്ട് പോകുമ്പോൾ നമുക്കതിന് കൂടുതലൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവന് കിട്ടിയ കൂട്ടുകാരും അവനോട് ലീഡിങ് പവർ കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത കുട്ടികളും ഫാക്കൽറ്റികളും മെൻറ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അവരിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനവും കൂടിയാണ് അവനെങ്ങനെ എത്തിച്ചത്. ഞാൻ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് അവനൊരു മുന്നോട്ട് യാത്ര നയിക്കാം എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു സപ്പോർട്ടിങ് IBC ഉണ്ട്. വെറും ആത്മവിശ്വാസത്തോടെ ഒരു വ്യക്തി വന്ന ഒരിക്കലാവില്ല. ഒരു സപ്പോർട്ടിങ് ആ സ്ഥാപനത്തിൽ നിന്ന് കൊടുത്താൽ മാത്രമാണ് അങ്ങനെ ആവാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കൂടെ എൻ്റെ സപ്പോർട്ടും ഉണ്ട്. എനിക്ക് എന്താണ് എൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഹാർഡസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അമ്മാച്ചനായിരുന്നു എപ്പോഴും എൻ്റെ കൂടെ നിന്നിരുന്നത്. എന്നോട് പറയും, ലൈക്ക് ഞങ്ങളില്ലപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്, പൈസയുടെ പ്രശ്നമാണോ, നിനക്ക് ഞങ്ങളില്ലേ, ലൈക്ക് നീ ഓക്കെ ആവും, നീ ടൈം എടുത്തിട്ട് ആലോചിച്ചെന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടാണ് ഈ രണ്ടുപേര് തന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു സോൾജറാണ്. എപ്പോഴും ഗ്രാൻഡ് ഫാദർ പറയും വന്ന വഴി ഒരിക്കലും മറക്കരുത്. അത് എപ്പോഴും അനുസരിച്ച് പോകുന്ന ഒരാളാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയും അതെ, ഒരിക്കലും വന്ന വഴി മറക്കില്ല. അതുപോലെ തന്നെ ഞാനും ഒരിക്കലും വന്ന വഴി മറക്കില്ല. അതിലൊരു വഴിയാണ് IBCയിലെ എല്ലാവരും, അതെ എല്ലാ ടീച്ചേഴ്സും. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടിട്ട് എനിക്ക് എല്ലാം ആവാൻ പറ്റുന്നതാണ് ഒരിക്കലും ആവാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വന്ന ഇടത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അവിടെയുള്ള ആളുകൾ, ലൈക്ക് അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളെ ഹോൾഡ് ചെയ്യുന്നു. അതൊരു വലിയ ജേർണി ആയിട്ട് തന്നെ കാണുന്നത്. എന്താവണം, എന്താ സെലക്ട് ചെയ്യണമെന്ന് അറിയാത്തൊരു ടൈമിലാണ് IBCൻ്റെ ആഡ് കണ്ടത്. ആ ആഡ് കണ്ടപ്പോൾ എനിക്ക് അറിയില്ല എന്താന്നുള്ളത്. ബട്ട് അമ്മ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ എടുക്കുന്നവരെ നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം. അന്വേഷിച്ച സമയത്ത് കംഫർട്ടായിരുന്നു. അവിടെയുള്ള ബിഹേവിയറും ക്യാമ്പസും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി ഞാനത് ജോയിൻ ചെയ്തപ്പോൾ ഓഫ് കോഴ്സ് പ്രവീഷ് സാർ, ഞാൻ സാറിനൊരു ലൈക്ക് ഇപ്പം എൻ്റെ ഹാർട്ട് ടു ഹാർട്ട് എൻ്റെ മെൻറ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഓരോ മൊമെൻറ്റിൽ ഡൗൺ ആയാലും അപ്പായാലും സാർ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ സാർ പറയും കുറച്ചും കൂടി സെറ്റാക്ക്, ഇത് ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മുടെ കോൺഫിഡൻറ്റോട് കൂടി പറയും. കാരണം സാറിനെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് നെഗറ്റീവ് പറയുന്നതും പോസിറ്റീവായിട്ടാണ്. ലൈക്ക് അതൊരു വല്ലാത്ത കഴിവാട്ടോ, അത് തുറന്നു പറയാലോ. നെഗറ്റീവായി പറയുന്നവരുണ്ട്, പോസിറ്റീവായി പറയുന്നവരുണ്ട്. പക്ഷേ നെഗറ്റീവിന് പോസിറ്റീവായിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. സോ എനിക്കത് ലൈക്ക് സ്റ്റാർട്ടിങ് ചെയ്തത് സാറായിരുന്നു. പിന്നെ ലൈക്ക് ഒരിക്കലും മറക്കില്ല, എല്ലാ ടീച്ചേഴ്സുമാണ് ലൈക്ക് കോൺഫിഡൻസും ഇതുവരെ എത്താനുള്ള ഏറ്റവും വലിയ റീസൺ. എൻ്റെ അമ്മയോടും ഫാമിലിയോടൊപ്പം എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക്സ് ടു IBC. സ്പെഷ്യൽ ലവ് ടുവേർഡ്സ് IBC ആൻഡ് ദിസ് വെരി ബിഗ് മാനേജ്മെന്റ് ഫെസ്റ്റ്.